വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നൊരു ഐഡിയ മാത്രമേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ളൂ. ഈ വീഡിയോ തൊട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നത് എന്നുള്ളത് പറയുന്നത്. കഴിഞ്ഞിട്ട് ആകെ ഒരു 3 കണ്ടീഷനാണ് പറഞ്ഞത്. ഓക്കെ, ആ കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ പ്രൊജക്ഷൻ വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ റെഗുലർലി ചെയ്യുന്ന പോലെ ഒരു പ്രിസം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പോവാം. എന്നിട്ട് അത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ: ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഹെക്സഗണൽ പ്രിസം ഓഫ് 25 mm സൈഡ് ആൻഡ് ഹൈറ്റ് 60 mm റെസ്റ്റിംഗ് വിത്ത് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് പാരലൽ ടു VP. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ നമുക്ക് യൂണിവേഴ്സിറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോസിൽ, കമ്മിങ് വീഡിയോസിൽ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എപ്പോഴും ഐസോമെട്രിക് വ്യൂ പ്രൊജക്ഷൻ, ഐസോമെട്രിക് ഡ്രോയിങ്സ് ഏതായാലും ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഫ്രണ്ട് ടോപ്പ് വരയ്ക്കണം. ഇവിടെ നമുക്ക് ഐസോമെട്രിക് വ്യൂ ആണ് യോജിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂ ലെങ്ത് എടുത്ത് തന്നെ വരയ്ക്കാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഹെക്സഗണൽ പ്രിസം 25 mm സൈഡ്, ഹൈറ്റ് 60 mm. ഓക്കെ, 25 mm സൈഡ്, ഹൈറ്റ് 60 mm ഉള്ളൊരു ഹെക്സഗണൽ പ്രിസമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പം ഫസ്റ്റ് ബേസ് ഫിഗർ വരയ്ക്കാം. അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഇതിനെയാണ് നമ്മൾ ബേസ് ഫിഗർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഹെക്സഗൺ വരച്ച് നമുക്ക് പ്രിസമാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, പാരലൽ ടു VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 25 mm ആണ് ബേസ്. സോ നമുക്ക് സർക്കിൾ വരച്ച് തന്നെ വരയ്ക്കാം. ഈ 25 mm റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഇതിന് നമുക്ക് വേണ്ടത് ബേസ് എഡ്ജ് പാരലൽ ടു VP എന്നാണ് പറഞ്ഞത്. ഇത് ബേസ് എഡ്ജ് ഓൺ ഗ്രൗണ്ട് ആൻഡ് പാരലൽ ടു VP. പാരലൽ ടു VP ആകുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഡയഗണലിൽ നമുക്ക് ഡയമീറ്റർ ഇങ്ങനെ എടുത്താൽ മാത്രമേ പാരലൽ ടു VP കണ്ടീഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് ഈ ഹെക്സഗൺ വരയ്ക്കുന്നത് എന്നുള്ളത്. സോ നമുക്ക് വേഗം വരയ്ക്കാം. ഓക്കെ, ഹെക്സഗൺ കംപ്ലീറ്റ് ആയ സെക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം തന്നെ ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. ഇഷ്യൂസ് ഒന്നുമില്ല, ഡോട്ടഡ് ആക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വിസിബിൾ അല്ലാത്ത എഡ്ജസ്റ്റ് ഡോട്ടഡ് ആക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഈസിലൊന്നും വരുന്നില്ല. ഓക്കെ, ഹെക്സഗണിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് ആയി. നേരെ ഫ്രണ്ടിലേക്ക് പോകാം. ഓക്കെ, ഹെക്സഗണിൻ്റെ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് ടോപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓക്കെ തൽക്കാലം എന്തായാലും നമുക്ക് നെയിം ചെയ്യാം. അങ്ങോട്ടുള്ള കേസുകളൊന്നും നെയിമിങ് ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ നമുക്ക് നെയിം ചെയ്ത് പോകാം. കാരണം നമ്മൾ കോമ്പിനേഷൻ ഓഫ് സോൾഡ്സ് ഒക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുക. അതിന് ഈ നെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്തായാലും നമുക്കിവിടെ നെയിം ചെയ്ത് പോവാം. ഓക്കെ, നെയിമിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് നേരെ തന്നെ ഐസോമെട്രിക് വ്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരച്ചു. ദെൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഐസോമെട്രിക് വ്യൂ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു 3 കണ്ടീഷൻ പറഞ്ഞായിരുന്നു.
എങ്ങനെയാണ് ഒരു ഓർത്തോഗ്രാഫിക് വ്യൂവിനെ ഐസോമെട്രിക് വ്യൂ ആക്കുക, അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ പ്രൊജക്ഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കണമെന്ന് പറഞ്ഞു. ദെൻ അടുത്ത പറഞ്ഞത് വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ട്രൂ ലെങ്ത് ചേഞ്ച് ചെയ്ത് 0.816 ടൈംസ് ട്രൂ ലെങ്ത് ആക്കണം. ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ മാത്രം മതി. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ വേണ്ട, ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ട്രൂ ലെങ്ത് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി ഐസോമെട്രിക് ഡ്രോയിങ്സ് വരയ്ക്കാൻ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബോക്സ് മെത്തേഡ് എന്ന് പറയും. ബോക്സ് മെത്തേഡ്, ദെൻ ഓഫ്സെറ്റ് മെത്തേഡ്. ബോക്സ് മെത്തേഡും ഓഫ്സെറ്റ് മെത്തേഡും നമ്മൾ പ്രിസത്തിനൊക്കെ നോർമൽ ഏരിയസ് ഹോൾഡ് ആയാലും നമ്മൾ ബോക്സ് മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് പീരിയോഡിൻ്റെ കേസിൽ അല്ലെങ്കിൽ വേറെ നോൺ ഐസോമെട്രിക് പോയിന്റ്സ് അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കാര്യമില്ല, ജസ്റ്റ് അറിഞ്ഞത്. ബോക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫിഗർ നമ്മൾ എപ്പോഴും ആദ്യം ഒരു ബോക്സിലാക്കും. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ പ്രൊജക്ഷനാണ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഈ പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ ടോപ്പ് എടുക്കുക, ടോപ്പിന് നേരെ ഒരു ബോക്സിലാക്കുക. ഇത് മിനിമം ഡയമെൻഷൻസ് ഉള്ള ഒരു ബോക്സ്. എന്നിട്ട് ബോക്സിനെ നെയിം ചെയ്യുന്ന ബോക്സിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കുക. ഇത് അതിൻ്റെ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ. അങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനൊരു ബോക്സ് കൺസ്ട്രക്ട് ചെയ്തു. അത് നെയിം കൂടെ ചെയ്യാം. 1 2 3 4. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് നമ്മൾ 1 2 3 4 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 2 3 4 എന്നുള്ള ലൈൻസ് ഹോറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്ന് ആദ്യം അറിയണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. 1 2 ഹൊറിസോണ്ടൽ, 3 4 ഹൊറിസോണ്ടൽ, ഇത് രണ്ടും വെർട്ടിക്കലാണ്. 1 4 2 3 വെർട്ടിക്കലാണെന്ന് തോന്നും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇതാണ് ഒരു ഹെക്സഗണൽ പ്രിസം. ഓക്കെ, ഇതാണ് പൊസിഷൻ. ബേസ് അഡ്ജസ്റ്റ് രണ്ടാണ് പാരലായിട്ടിരിക്കുന്നു. ഇതാണ് പൊസിഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആക്ച്വലി എന്താണ്, ഇതിനൊരു ബോക്സ് ആക്കുന്നത്. അതായത് 1 2 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി എന്താണ് ഹൊറിസോണ്ടൽ ലൈനാണ്. 2 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈൻ, 3 4 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ലൈൻ, ആൻഡ് ഇങ്ങനെ ഇവിടെയാണ് 1 4 അല്ലെങ്കിൽ 4 കൊണ്ട് വരിക. അതായത് ഇവിടെയാണ് 1 2 ലൈൻ വരിക. ഈ ബേസിനെ കവർ ചെയ്തുള്ള ലൈൻ ഇതെന്താണ് ഹൊറിസോണ്ടൽ ലൈനാണ്. അതുപോലെ സെക്കൻഡ് ലൈൻ വരുന്നത് ഇതാണ് 2 3. ഇതും ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ്, വെർട്ടിക്കൽ അല്ല. കാരണം ഈ ലൈൻസ് എല്ലാം ഹൊറിസോണ്ടലാണ്. അപ്പോൾ ബേസിനെ എൻക്ലോസ് ചെയ്യുന്ന ബോക്സ് ആണിത്. ആ ബോക്സിലെ ലൈൻസ് എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ വെർട്ടിക്കലായിട്ട് വരുന്ന ആക്സിസും ഈ ലൈൻസ്, അതായത് ഇവിടെയുള്ള ഈ ലൈൻസ് മാത്രമാണ് വെർട്ടിക്കൽ വരിക. ആക്സിസും ഈ ലൈൻസും ആണ് വെർട്ടിക്കൽ ലൈൻസ് വരിക. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഓക്കെ, ഇപ്പോൾ 1 2 3 4 ഹൊറിസോണ്ടൽ ആണ് മനസ്സിലായി. ഇപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ ലൈൻസിനെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കുക. ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പം ട്രൂ ലെങ്ത് എടുത്ത് തന്നെ വരയ്ക്കാം, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നേരെ വരയ്ക്കാം. ഓക്കെ, അപ്പം 1 2 3 4 എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് റെഫറൻസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഒരു ജസ്റ്റ് റെഫറൻസ് ലൈൻ വരച്ചു. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. 1 എന്നുള്ളൊരു പോയിന്റ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാണ്. 1 എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 2 എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ 1 2 വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലേക്ക് 30 ഡിഗ്രി എടുക്കാമല്ലോ. അതായത് ഈ പോയിന്റിൽ നിന്ന് രണ്ട് 30 ഡിഗ്രി ഉണ്ട്. either this 30 ഡിഗ്രി ഓ ഈ 30 ഡിഗ്രി. ഓക്കെ, രണ്ട് 30 ഡിഗ്രി എടുക്കാം. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ എടുക്കാം. അതായത് 1 2 എന്നുള്ള ലൈൻ ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് നമുക്ക് 30 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരു 30 ഡിഗ്രി ലൈൻ വരച്ചു. ദെൻ ഇത് ഐസോമെട്രിക് വ്യൂ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലെങ്ത് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, വെറുതെ സിമ്പിളായിട്ട് കിട്ടുന്ന മാർക്സ് കളയാൻ പാടില്ല. ഓക്കെ, അപ്പം അടുത്ത ചെയ്യേണ്ടത് 1 2 എന്നുള്ള ലെങ്ത് കോമ്പസിൽ എടുക്കുക. 30 ഡിഗ്രി വരച്ചെടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ കിട്ടിയ പോയിൻ്റാണ് 2. ഓക്കെ, 1 2 വരച്ചു. നമുക്കറിയാം 1 2 എന്ന് പറയുന്നത് 30 ഡിഗ്രി എടുത്താണ് നമ്മൾ വരച്ചത്.
മാർക്ക് ചെയ്യുക. ഡയമെൻഷനിങ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ഫുള്ള് ചെയ്താൽ മതി. കാരണം അതിനുവേണ്ടി സമയം കളയരുത്. മാക്സിമം ഒരു 2 മാർക്സിൻ്റെ ഡിഫറൻസ് വരും ഡയമെൻഷനിങ്ങിന്. ഓക്കെ, അടുത്ത് 1-4 എന്നുള്ള ലൈൻ നമ്മൾ എടുക്കുന്നു. 1-4 എന്നുള്ള ലൈൻ നമുക്കറിയാം ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ്. 1-4 എടുക്കാൻ കാരണം 1 റെഫറൻസ് എടുത്തുകൊണ്ടാണ് 2ഉം 4ഉം വരയ്ക്കുന്നത്. ഓക്കെ, 1-4 എന്നുള്ള ലൈനും ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ്. അപ്പോൾ അതും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വേണം വരയ്ക്കാൻ. ഓക്കെ, അതിനുവേണ്ടി ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്തായിരുന്നു. ആ 30 ഡിഗ്രി നമുക്ക് യൂസ് ചെയ്യാം. അവിടെ നമുക്ക് 1-4ൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പോയിൻ്റാണ് 4 എന്നുള്ള പോയിന്റ്. ദെൻ 1-4ൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും 2-3യുടെ ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് എടുത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. ദെൻ 1-2ൻ്റെ ലെങ്ത് ആയിരിക്കും അപ്പുറത്തെ ലെങ്ത് വരിക. ഓക്കെ, 1-2ൻ്റെ ലെങ്ത് എടുക്കാം. ആർക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 എന്നുള്ള പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ 3 എന്നുള്ള പോയിന്റും കിട്ടി. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ബോക്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ ചെയ്തത് ബോക്സ് മെത്തഡാണ്. ഈ ബോക്സ് നമ്മൾക്ക് കിട്ടുന്ന സോളിനെ ടോപ്പിനെ നമ്മളൊരു ബോക്സിലാക്കി, എന്നിട്ട് ആ ബോക്സ് നമ്മൾ ഐസോമെട്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്തു. വേണമെങ്കിൽ ഇവിടെ നമുക്ക് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. എല്ലാ ലൈൻസ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ടാണ് 2 സൈഡിലേക്ക് നമ്മൾ 30 ഡിഗ്രി എടുത്തത്. നോർമലി ചോദിക്കാനുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലാത്തൊരു ക്വസ്റ്റ്യൻ വേണം നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ അതിൻ്റെ ക്വസ്റ്റ്യൻ വേണം ചെയ്യാം. ഓക്കെ, ഇനിമേ 1, 2, 3, 4 എന്നൊരു ബോക്സ് കൺസ്ട്രക്ട് ചെയ്തു. ആ ബോക്സിൻ്റെ ഐസോമെട്രിക് വ്യൂ വരാമെന്നുള്ള ആവശ്യം. ഇനി വേണ്ടത് ഓരോ പോയിന്റ്സും അതിൻ്റെ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. 1-4 എടുത്തു കഴിഞ്ഞാൽ 1-4ലാണ് എയും പിയും വരിക. ഇപ്പോൾ നമ്മൾ താഴത്തെ പോർഷനാണ് വരച്ചത്. അപ്പം PQRST എന്നുള്ള ബേസാണ് അവിടെ വരിക. നമ്മൾ മുകളിലോട്ട് വരയ്ക്കാനാണ്, താഴോട്ട് വേണം വരയ്ക്കാൻ. നമ്മൾ മുകളിലോട്ട് വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് താഴത്തെ ബേസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 1 തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 1-4ലാണ്. അപ്പം 1-4ൽ 1 തൊട്ട് P വരെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ പോയിന്റ് ആയിരിക്കും പോയിന്റ് P എന്നുള്ളത്. അത് തന്നെ ആയിരിക്കും 2 എന്ന് മാർക്ക് ചെയ്യുമ്പോൾ, കാരണം സെയിം ഡിസ്റ്റൻസ് ആണല്ലോ, റെഗുലറാണ്. അപ്പോൾ 2 എന്ന് മാർക്ക് ചെയ്യുമ്പോൾ പോയിന്റ് എസും കിട്ടും. രണ്ടും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, P കിട്ടി. 2-3ൽ വന്നപ്പം എസും കിട്ടി. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. ഐസോമെട്രിക്കിലെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. അടുത്ത 1 തൊട്ട് Q വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ Q കിട്ടും. സെയിം തന്നെ ആയിരിക്കും ഇവിടെ വരിക. നമുക്ക് Q കിട്ടി. 4-3ൽ അത് U ആണ്. ഓക്കെ, ദെൻ ഈ ഡിസ്റ്റൻസും സെയിം തന്നെ ആയിരിക്കും വരുന്നത്. 2 തൊട്ട് 1-2ൽ 2 ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എടുത്തത്. ഓക്കെ, അത് മാർക്ക് ചെയ്തു. സിമിലർലി 3ൽ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ആയി. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 3യുടെ അടുത്തുള്ള പോയിന്റ് T ആണ്. ഓക്കെ, അപ്പോൾ 4 പോയിന്റ്സ് നമുക്കായി. നമുക്ക് ഫസ്റ്റ് എന്തായാലും അത് തിക്കാക്കാതെ തിന്നായിട്ട് വരയ്ക്കാം. കാരണം നമുക്ക് വിസിബിൾ ഏതാണെന്ന് നോക്കണം. വിസിബിലിറ്റി കാരണമാണ് അങ്ങനെ വരാതിരിക്കാൻ നമ്മളത് തിന്നായിട്ട് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബേസിലെ ഹെക്സാൻ, താഴത്തെ ഹെക്സാൻ്റെ കംപ്ലീറ്റ് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഹെക്സാൻ്റെ ഇപ്പോൾ ഐസോമെട്രിക് വ്യൂ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. ദെൻ ഇതിൻ്റെ മുകളിലേക്കുള്ളതാണ് വരയ്ക്കുന്നത്. അതായത് ഈ ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യണം, ആക്സിസ് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ദെൻ മുകളിലത്തെ ഹെക്സാണ് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടി അടുത്ത ലൈൻ P ഉണ്ട്. അപ്പോൾ PA എന്നുള്ള ലൈൻ വെർട്ടിക്കൽ ലൈനാണ്. നമ്മൾ നേരത്തെ നോക്കി, ഇതാണ് പ്രിസം. P ലൈനൊക്കെയാണ് PA എന്നൊക്കെ പറയുന്നത്. ഈ ലൈൻസ് എല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ്. വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കണം. P റെഫറൻസ് ലൈൻ വെർട്ടിക്കലായിട്ട് വേണം വരയ്ക്കാൻ. ചിലപ്പോൾ ഈ റെഫറൻസ് ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ചരിഞ്ഞു പോയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നിങ്ങളുടെ ഗ്രാഫിക്സിൻ്റെ ബുക്ക്ലെറ്റിൽ ഗ്രാഫ് ഉണ്ട്, വേണം ഗ്രാഫിൽ വരയ്ക്കാം. അല്ല ഫ്രീ സ്പേസ് ഉണ്ട്, അവിടെ വേണം വരയ്ക്കാം. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ലൈൻ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വേണം, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വേണം PA മാർക്ക് ചെയ്യാൻ. അപ്പോൾ PAയുടെ ലെങ്ത് നമുക്കറിയാം 60 mm ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Pയുടെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് 60 mm. ശ്രദ്ധിക്കുക, ഈ ലൈന് വെർട്ടിക്കലായിട്ട് തന്നെ വേണം ലൈൻ പോവാൻ.
ലെങ്ത് റെഡ്യൂസ് ചെയ്യുകയോ കൺവേർട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, കാരണം ഐസോമെട്രിക് വ്യൂ ആണ്, അതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത്. നെക്സ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ലെങ്ത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, എന്നാലും ഇപ്പോൾ വ്യൂവിൽ ചെയ്യുമ്പോഴത്തേക്കും നേരെ മുകളിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ മാത്രം മതി. 60 mm മാർക്ക് ചെയ്തു. അങ്ങനെ ഓരോ പോയിന്റ്സിൽ നിന്നും മാർക്ക് ചെയ്യാം, കാരണം ഇതെല്ലാം വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഇപ്പോൾ ഐസോമെട്രിക് വ്യൂവിലും വെർട്ടിക്കലായിരിക്കണം. 60 mm ആണ് ഹൈറ്റ്. സോ നമ്മൾ ആ ഒരു ഹൈറ്റ് മാർക്ക് ചെയ്യുക. എല്ലാ പോയിന്റ്സിൽ നിന്നും കറക്റ്റ് 60 mm എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പോയിന്റ് പോയിന്റ് ടി. ഓക്കെ, എല്ലാ പോയിന്റിനും 60 mm എടുത്ത് ഇനി കറസ്പോണ്ടിങ് പേര് മാർക്ക്. പിയുടെ നേരെ മുകളിൽ വരുന്നത് എ ആണ്. ദെൻ ക്യൂവിൻ്റെ മുകളിൽ ബി വരും. അതുപോലെ ആർ വരുമ്പോൾ സി, ഡി, ഇ ആൻഡ് ഫൈനലി എഫ്. ഓക്കെ, അവിടെ 6 പോയിന്റ്സ് കിട്ടി. നമ്മൾ എന്തായാലും മുകളിലത്തെ ബേസ് വിസിബിൾ ആക്കിയാണ് എടുക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുകളിലത്തെ ബേസ് ആയതുകൊണ്ട് നമുക്ക് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം, കാരണം മുകളിൽ വിസിബിൾ ആക്കി എടുക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം മുകളിലത്തെ ഹെക്സാൻ്റെ പോയിന്റ്സ് എല്ലാം നമുക്ക് ഡാർക്കാക്കി വരയ്ക്കാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ, അല്ലെങ്കിൽ 2-3 വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ ബേസിൽ ഔട്ടർ വരുന്നതെല്ലാം ഡാർക്കായിരിക്കും. ഇത് ഈ ലൈൻ, എക്സ്റ്റീരിയർ ലൈൻസ് ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനിയും ഇതിൻ്റെ എക്സ്റ്റീരിയർ ലൈൻസ് എല്ലാം ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഔട്ടർ ലൈൻസും ഈ ബേസും ഡാർക്കാക്കി. ഇനി നമ്മൾ നേരത്തെ സോളിഡിലൊക്കെ പറഞ്ഞ പോലെ 2 വിസിബിൾ അല്ലെങ്കിൽ പുറത്തുള്ള, അതായത് സെയിം വിസിബിൾ പോയിന്റ്സ് ആണെങ്കിൽ അതിനെ ജോയിൻ ചെയ്യുന്ന ലൈനും വിസിബിൾ ആയിരിക്കും. അപ്പം എയും പിയും ഇവിടെ വിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എ പി എന്നുള്ള ലൈനും വിസിബിൾ ആക്കി എടുക്കാം. ദെൻ ഇത് വിസിബിൾ ആയിരിക്കും, സെയിം തിങ്. പിന്നെ ബാക്കി ഇത് ഡോട്ടഡ് ആണ്, കാരണം ഈ പോർഷൻ വിസിബിൾ അല്ല. അപ്പോൾ ഡോട്ടഡ് ആക്കി മാർക്ക് ചെയ്യാം, കാരണം താഴത്തെ ബേസ് നമ്മൾ വിസിബിൾ ആക്കിയല്ല എടുത്ത്, മുകളിൽ വിസിബിൾ ആക്കിയാണ് എടുത്തത്. ഓക്കെ, അതുകൊണ്ട് ഒരു വിസിബിൾ അല്ലാത്തൊരു പോയിന്റിലെ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്തായാലും വിസിബിൾ ആയിരിക്കില്ല. ദെൻ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ വിട്ടുപോയതാണ്. ഇത് ആക്സിസും കൂടെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഡയഗണൽസ് എടുത്താൽ മതി. അറൗണ്ട് ഒരു, അല്ലെങ്കിൽ ചെയ്യേണ്ടത് കറക്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയഗണൽ എടുത്ത് മാർക്ക് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് 2 ഡയഗണൽസ് വരച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ആക്സിസ് കിട്ടും. ഇത് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് മെത്തേഡൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡിസ്റ്റൻസ് ഇത് രണ്ടോട് ജോയിൻ ചെയ്തിട്ട് ഈ ലൈൻ എടുത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്, കാരണം ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ആക്സിസ് റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആക്സിസ് റെപ്രസെൻറ്റേഷനായി. ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. വീണ്ടും പറഞ്ഞ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. ഇതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹയർ ലെവൽ എന്ന് വെച്ചാൽ സിമ്പിൾ തന്നെയാണ്, ഈ 3 കാര്യങ്ങളും പഠിക്കേണ്ട കാര്യമുള്ളൂ. എന്തായാലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ എക്സാമിനർ പ്രസത്തിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഹൊറിസോണ്ടൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വരച്ചത് വെർട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് എക്സാമിനർ പ്രസം ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് HP എങ്കിൽ HP നേരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നൊരു കേസാണ്. അത് നിങ്ങളുടെ ടോപ്പിൽ ആയിരിക്കും കാണുക, നേരെ HP വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നു. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഇത് HP ആണെങ്കിൽ HP ഇങ്ങനെ നേരെ റെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ആക്സിസ് ഹൊറിസോണ്ടൽ കണ്ടീഷൻ. നേരത്തെ എന്ന് പറഞ്ഞാൽ ആക്സിസ് വെർട്ടിക്കലായിരുന്നു.
ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ആക്സിസ് പോവുക, വെർട്ടിക്കൽ കണ്ടീഷനിലാണ് ആക്സിസ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ വരയ്ക്കാം, ഇനി അടുത്ത വരയ്ക്കാൻ പോകുന്നത്, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു ഹെക്സാഗണൽ പ്രിസം തന്നെ എടുക്കാം. ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ആക്സിസ് ഹൊറിസോണലായിട്ടുള്ള, ഇങ്ങനെ HP ആണ് ഈ ഒരു പ്ലെയിനിൽ, ആക്സിസ് ഹൊറിസോണലായിട്ടുള്ള ഹെക്സാഗണൽ പ്രിസം അവിടെ വരയ്ക്കാം. ആക്സിസ് ഹൊറിസോണൽ അങ്ങനെ ചോദിക്കാറില്ല, എപ്പോഴും ഒരു സോളിന് ഉണ്ടെങ്കിൽ വേറെ സോളിന് അങ്ങനെയാണ് ചോദിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് ചെയ്ത് നോക്കാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആക്സിസ് ഹൊറിസോണലായിട്ടുള്ളൊരു പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.